അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഈ കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവിലോ കുഴച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ വർക്ക് വിത്ത് ലൈഫിൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് നേരെ പോവാം. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി വേയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മൈദയൊന്നും ഉപയോഗിക്കാതെ നേരെ നമ്മൾ ആട്ടപ്പൊടി, നല്ല ചക്കി ആട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ഇത് നമുക്കിപ്പം ആട്ടമാവാണ്. ഞാനിതിപ്പോൾ ഒരു 2 കപ്പ് 250 ml 2 കപ്പിൽ ഞാൻ ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് അത് എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. പിന്നെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് നമുക്ക് ഓയിൽ വേണം. ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെള്ളമാണ്. വെള്ളവും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ മാവിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുമല്ലോ വെള്ളം. അപ്പോൾ അത് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 hour എന്തായാലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾക്ക് എന്തായാലും അത് കുഴക്കണം. പിന്നെ ഇത് നമ്മൾ കുഴയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഡയമണ്ട് മധുരമുള്ളത് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എരിവുള്ളത് ഉണ്ടാക്കാം. ഇപ്പം നമ്മളിപ്പം പ്ലെയിൻ ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നത്, കാരണം നമുക്കിവിടെ എല്ലാവർക്കും ഇച്ചിരി എരിവ് ഇഷ്ടമാണ്. അപ്പം നമ്മൾ എരിവുള്ളതാണ് ഉണ്ടാക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് പഞ്ചസാര പാനിയിൽ ഇട്ടിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ മധുരമുള്ളതും ആവും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് വറക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പും കൂടെ എണ്ണ വേണം. അത്രമാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. നമ്മളിനി ആ മാവ് കുഴയ്ക്കാൻ പോവാണ്. ചപ്പാത്തിയുടെ പരുവത്തിലാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ കോൺഫ്ലോർ ഇത് നമുക്ക് ഫുൾ ആഡ് ചെയ്യാം. നമ്മളിവിടെ അളന്ന് വെച്ചേക്കുന്നതാണ് ഒരു 1/4 കപ്പ്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ്, കണക്കില്ല, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കറിയാമല്ലോ വീട്ടുകളിലുള്ള ഉപ്പിൻ്റെ അളവ്. സോ നമ്മളിതൊരു ഊഹത്തിലിടുന്നു. പിന്നുള്ളത് നമുക്ക് വേണ്ടത് എണ്ണ. നമുക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം നമ്മളൊരു പാകത്തിനനുസരിച്ച് ഒഴിക്കാൻ പോവാം. മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. സോ നമുക്കിനി ഇത് കുഴയ്ക്കാം. ചപ്പാത്തിയുടെ പരുവാണ് വേണ്ടത്. കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിക്കാം. എന്നാലും നമ്മളിത് കുഴച്ചെടുത്തിട്ട് വരാം. സോ നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് കുഴച്ചിട്ടുള്ളത്. എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം നിലവിൽ ഇത് സോഫ്റ്റാണ്. നമ്മളൊരു 1.5 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആകും. അതാണ് നമുക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു സ്പൂൺ മറ്റോ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തടകി വെക്കാം. അപ്പോൾ ഇത് സോഫ്റ്റ് ആകും, കുറച്ചുകൂടി കൂടി വരും. ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് വെക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി മാവ് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവായിരിക്കും നമ്മളിപ്പം ഡയമണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക. അതാണ് ഇത്. അപ്പോൾ നമ്മളിനി ഇത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഇത് നമ്മൾ റെസ്റ്റിലൊക്കെ വെച്ച് കാരണം നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോവുക. മുൻപ് ഇപ്പോൾ കുഴച്ച് നമ്മൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും. ഇത് നമ്മൾ ഡയമണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ. നമുക്കിനി ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഏകദേശം ഇത്രയുള്ള ബോൾസ് മതി. ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് മതി. ഇത് നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം.
നമ്മൾ ഈ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന മാവ് ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ ഒന്ന് മാവിൽ ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാൻ പോവാണ്. സോ നമ്മളിനിയും ഡയമണ്ട്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവാണ്. വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. സോ ഡയമണ്ട്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ സ്ലാൻഡിങ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ആ ഒരു ഡയമണ്ട് ഷേപ്പ്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ വേണം ഇതുപോലെ ചപ്പാത്തി പരത്തി എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ഡയമണ്ട്സ്. ഇത് നമ്മളിനി എണ്ണയിലിട്ട് വറുത്തെടുക്കും. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുമിളകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡയമണ്ട്സ് ഓരോന്നായിട്ടിടാം. നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ലോട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് മുരിയണമല്ലോ. ഇടയ്ക്ക് നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കാരണം തന്നെ അതിൽ ആ ഒരു ക്രിസ്പിനെസ് വരും നമുക്കിതിൽ. അപ്പോൾ തീ കുറച്ച് വെച്ച് നമ്മൾ നല്ലതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ, ഒത്തിരി ലൈറ്റ് ബ്രൗൺ വേണ്ട, എന്നാലും ഒന്ന് ചെറുതാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ കുറച്ചും കൂടെ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് കേൾക്കാൻ പറ്റും. ഞാൻ കുറച്ച് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടി ഇട്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ജസ്റ്റ് വീർത്ത് വന്നല്ലോ. ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു മൂപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഇളക്കുമ്പോൾ കേൾക്കാൻ പറ്റും ഒരു സൗണ്ട്. ഇത് തമ്മിൽ കൂട്ടി മുട്ടുന്നതിൻ്റെ അല്ല, അതിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. സോ ഒരു പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട്. ഞാൻ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് കോരിയെടുക്കാൻ പോകാം. കോരിയെടുത്തു, നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് നമ്മളിടാൻ പോവാണ്. തീ കുറച്ചിട്ടേക്കാണ് കേട്ടോ. നമ്മൾ ഇടുന്ന സമയത്തില്ലെങ്കിൽ ആദ്യത്തേതൊക്കെ നമ്മൾ പെട്ടെന്ന് മൂത്ത് പോവും. അപ്പോൾ നമ്മളിതൊന്ന് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 3 സ്ലോട്ട് നമ്മൾ വറുത്തെടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടിഷ്യൂ ഒക്കെ മാറ്റി എണ്ണയെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാമല്ലോ അല്ലേ ആ ഒരു സൗണ്ട്. ഇനി നമുക്കിതിലേക്ക്
ആവശ്യത്തിനുള്ള മുളക് പൊടി. നമുക്ക് ഡയമണ്ട്സ് കുറച്ച് സ്പൈസി ഡയമണ്ട് ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. സോ നമ്മൾ കുറച്ച് ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആവശ്യമാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ മാവിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി. കായപ്പൊടിയും നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നല്ലൊരു സ്മെല്ല്, അതിൻ്റെ രുചിയൊക്കെ ഒരു വേറെ. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിതെടുത്ത് തട്ടും. നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ കായപ്പൊടിയും മുളക് പൊടിയുടെയും. അതൊക്കെ ക്രിസ്പിയാണ്. അപ്പോൾ ഇത് ഇത്രയും നല്ല ക്രിസ്പിയാണ്. ഇത് ഞാനിപ്പോൾ ഒരെണ്ണം ഒടിച്ച് കാണിച്ചു തരാം. കണ്ടോ? ഇത്രയും ക്രിസ്പിയാണ്. ഓയിൽ കണ്ടൻറ്റ് തീരെ ഇല്ല. അത് കാരണം തന്നെ നമുക്ക് കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടും വീട്ടിൽ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഹെൽത്തി വേയിൽ കൊടുക്കാം. മൈദയല്ല, ഗോതമ്പാണ്. അത് കാരണം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും പറയുക കമൻറ്റ് ബോക്സിൽ. എല്ലാവരും അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ.